ഈ പൂരത്തില് ഭാവിയിൽ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നേട്ടം കൊയ്യുന്നത് വേറൊരു വിഭാഗമായിരിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കണം. പഴയ കാലമല്ല. ഇപ്പോൾ ആനയുടെ വിഷയത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാം. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ നമ്മളെല്ലാവരും കൂടി സമരം ചെയ്ത് നേടിയെടുത്തതാണ്. പാരമ്പര്യത്തിൻ്റെയും തനിമയുടെയും ആചാരാനുഷ്ഠാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേര് പറഞ്ഞ് നേടിയെടുത്തതാണ് ആനെഴുന്നള്ളിപ്പ്. ഈ ആന ഉടമസ്ഥന്മാർ ഇപ്പോൾ ആ ഉത്സവാഘോഷ കമ്മിറ്റിക്കാരായാണ് വിലപേശി ആനയ്ക്ക് ലോകത്തെവിടെയും ഇല്ലാത്ത വില പറഞ്ഞു പോരുന്നത്. അവരെയൊക്കെ നമുക്ക് എങ്ങനെ നേരിടണമെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ട അവസ്ഥയിലേക്ക് ഉത്സവാഘോഷ കമ്മിറ്റിക്കാർ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ അതിൽ നിന്നൊക്കെ വിഭിന്നമായി നമ്മളെ നിർത്തിക്കൊണ്ട്, നമ്മളെ തല്ലുപിടിച്ചുകൊണ്ട് ഒരു വിലപേശലിന്റെ വെക്കത്തേക്ക് പൂരം നടത്തിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ വരുമ്പോൾ ഉത്സവാഘോഷ കമ്മിറ്റിക്കാർ അത് നോക്കി നിന്നാൽ, നമ്മൾ തമ്മിൽ മത്സരിച്ചാൽ നേട്ടമുണ്ടാവുന്നത് അവരും നഷ്ടപ്പെടുന്നത് നമ്മളുമാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടായേ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ ഓർക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്.